15-കാരിയെയും 42-കാരനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പുതിയ വഴിത്തിരിവ്. 3 ആഴ്ച മുമ്പ് കാസർഗോഡ് പൈകവളിയിൽ നിന്നും കാണാതായ പെൺകുട്ടിയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പുതിയ വഴിത്തിരിവ്. 15-കാരിയെയും പ്രദേശവാസിയായ പ്രദീപിനെയുമാണ് മണ്ടക്കാപ്പിലെ ഗ്രൗണ്ടിൽ മരത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ നിർണായകമായത് കർണാടകയിലെ ബന്ധുവിന് അയച്ചു കൊടുത്ത 50-ലധികം ചിത്രങ്ങളാണ്. ഫെബ്രുവരി 12-നാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കാണാതായത്. കുട്ടിയെ കാണാതായ ദിവസം തന്നെ പ്രദേശവാസിയായ പ്രദീപിനെയും കാണാതാവുകയായിരുന്നു. ഇതേ ദിവസമാണ് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ കർണാടകയിലുള്ള ബന്ധുവിന് അയച്ചു കൊടുത്തത്. പല സ്ഥലങ്ങളിൽ വെച്ച് പല സമയത്തായി എടുത്ത ചിത്രങ്ങളാണ് അയച്ചു നൽകിയത്. ഇതിലൂടെയാണ് ഇരുവരും ഒരുമിച്ചുണ്ടാകാമെന്ന സൂചന പോലീസിന് ലഭിച്ചത്. ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയത് ഒരേയിടത്ത് നിന്നായിരുന്നു. പിന്നാലെ കർണാടക പോലീസിനെ ബന്ധപ്പെട്ട് കർണാടകയിലും തിരച്ചിൽ നടത്തിയിരുന്നു. കർണാടകയിലേക്ക് ഇരുവരും പോയിട്ടില്ലെന്ന് ഉറപ്പിച്ചതോടെയാണ് വീടിന്റെ പരിസരത്ത് അന്വേഷണം വ്യാപിപ്പിച്ചത്. തുടർന്നാണ് ഇരുവരെയും തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. പരിസരത്തു നിന്നും 2 ഫോണുകളും 1 കത്തിയും 1 ചോക്ലേറ്റും കണ്ടെടുത്തിരുന്നു. എന്നാൽ ആത്മഹത്യക്കുറിപ്പ് കണ്ടുകിട്ടിയിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്ത് ദുർഗന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. 26ഓളം ദിവസം കുടുംബവും പ്രദേശവാസികളും ഈ പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തിയിരുന്നു. ഇവരെ കാണാതായ അന്ന് രാത്രി തന്നെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവണമെന്നാണ് സംശയിക്കുന്നത്. പെൺകുട്ടിയുമായി ഇയാൾ നാട് വിട്ടിരിക്കുമെന്നാണ് പോലീസ് കരുതിയത്. എന്നാൽ ഫോണിന്റെ ലൊക്കേഷൻ വീടിനടുത്ത് തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. വീടിന്റെ പ്രദേശത്തുള്ള കുന്നിനടുത്ത് പരിശോധിച്ചിരുന്നു. അവിടെ നിന്നും ഒന്നും കണ്ടെത്താനായിരുന്നില്ല. വീടിന്റെ അടുത്ത് തിരയേണ്ടതില്ലല്ലോ എന്ന് കരുതി കൂടുതൽ പരിശോധിച്ചില്ല. എന്നാൽ ഇന്ന് രാവിലെ നാട്ടുകാരോടൊപ്പം പോലീസ് ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് താഴെ എത്തിയപ്പോൾ മൃതദേഹം കണ്ടത്. ഇവിടെ അക്വേഷ്യയുടെ ചെറിയ തൈമരങ്ങളാണുള്ളത്. പ്രദീപ് പെൺകുട്ടിയുടെ പിതാവിന്റെ സുഹൃത്തായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. പിതാവിന്റെ ചികിത്സാ ആവശ്യങ്ങൾക്കുൾപ്പെടെ ഓട്ടോ ഡ്രൈവറായ പ്രദീപാണ് എത്തിയിരുന്നത്. വീട്ടിലേക്ക് മറ്റ് ആവശ്യങ്ങൾക്കും പ്രദീപ് എത്തിയിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു.